നമസ്കാരം, ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. ഇഷ്ടക്കാർക്ക് സർക്കാർ ജോലി പതിച്ചു കൊടുത്ത് പിണറായി വിജയൻ സർക്കാർ അങ്ങനെ വീണ്ടും മാതൃകയായിരിക്കുന്നു. പക്ഷേ ഇത്തവണ പണി പാളി സുപ്രീം കോടതി ചെവിക്ക് പിടിച്ചു. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കെ മരണപ്പെടുന്നവർക്ക് അവരുടെ ആശ്രിതർക്കുള്ള നിയമനം നൽകാറുള്ള ഒരു വിഷയം ആശ്രിത നിയമനം എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ അതുപോലും അവകാശമല്ലെന്നും അത്തരം നിയമനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റ് മാനദണ്ഡങ്ങൾക്കും വിധേയമാക്കണമെന്നും കഴിഞ്ഞ ആഴ്ചയായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അപ്പോഴാണ് കേരള സർക്കാരിൻ്റെ ഒരു വലിയ വഴിവിട്ട നിയമനം കൂടി സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെ എത്തിയ ഉടൻ മുഖമടച്ച പ്രഹരം, കനത്ത പ്രഹരം തന്നെയാണ്, അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചെങ്ങന്നൂർ മുൻ MLA ആയിട്ടുള്ള KK രാമചന്ദ്രന്റെ മകന്റെ നിയമന കേസുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. ചട്ടങ്ങൾ മറികടന്ന് ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ തിരികെ കയറ്റിയ മന്ത്രിസഭാ തീരുമാനത്തിനുള്ള വലിയൊരു അടി തന്നെയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി. പ്രത്യേക അധികാരമുണ്ടെന്ന വാദം ഉയർത്തിപ്പിടിച്ചാണ് സർക്കാർ വലിയ തോതിലുള്ള ഒരു മാറ്റം വരുത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അധികാരം ഇത്തരം കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടതെന്നാണ് കോടതി പോലും പറഞ്ഞിരിക്കുന്നത്. MLAയുടെ മകൻ എങ്ങനെയാണ് ആശ്രിത നിയമനം നൽകാൻ കഴിയുക? സ്വാഭാവികമായും ആരും തന്നെ ചോദിക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു ജനപ്രതിനിധിയുടെ മകനെ എങ്ങനെയാണ് സർക്കാർ സർവീസിലേക്ക് ആശ്രിത നിയമനം എന്ന പേരിൽ നിയമിക്കുന്നത്? കോടതിയും ഇതേ കാര്യം ആവർത്തിച്ചു. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ നേരത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് റദ്ദാക്കിയ നിയമനത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി സർക്കാർ സുപ്രീം കോടതി വരെ പോയി. ആ പണം ചിലവഴിച്ചു എന്നല്ലാതെ മറ്റ് പ്രയോജനമൊന്നും തന്നെ ഉണ്ടായില്ല. മറിച്ച് കനത്ത തിരിച്ചടി കൂടി കിട്ടി. സർക്കാരിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ശകാരം ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സർവീസിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാരൻ്റെ കുടുംബം അനാഥമാകരുത്, അവർക്ക് നിരാലംബരാകരുത്, അവർക്ക് പിടിച്ചു നിൽക്കാനായി കഴിയണമെന്ന തികച്ചും മാനുഷികമായ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശ്രിത നിയമനം എന്നൊരു വ്യവസ്ഥ പോലും കൊണ്ടുവന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അതൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട്, ഗുണകരമായി മാറിയിട്ടുണ്ട്, അവർക്ക് കച്ചിത്തുരുമ്പായി മാറിയിട്ടുണ്ട്. ഇനിയും നിയമനം കാത്തിരിക്കുന്ന ഒട്ടനവധി കുടുംബാംഗങ്ങളുണ്ട്. പിൻവാതിൽ നിയമനങ്ങൾ പോലെ തന്നെ ആശ്രിത നിയമനങ്ങളിലും ധാരാളം തിരിമറിയും കള്ളക്കളിയും നടക്കുന്നുവെന്ന പരാതിയും ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ഘട്ടത്തിലാണ് ആശ്രിത നിയമനം പോലും അല്ലാത്തൊരു വിഷയം തിരികെ കയറ്റി കൃത്യമായൊരു പിൻവാതിൽ നിയമനം നടത്തി മുഖ്യമന്ത്രി മാതൃകയായിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദമുള്ള R പ്രശാന്തിനെ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക തന്നെ സൃഷ്ടിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ് നിയമിച്ചത്. 2018 മന്ത്രിസഭ തീരുമാനിച്ചതനുസരിച്ചായിരുന്നു ഈ നിയമനം. പക്ഷേ നിയമനം ഭരണഘടനയുടെ 14-16 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അന്നത് റദ്ദാക്കി. അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. അതാണിപ്പോൾ സുപ്രീം കോടതി നിരുപാധികം തള്ളിയത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് CPM-നും വേണ്ടപ്പെട്ട 1,80,000-ഓളം പേർക്ക് പിൻവാതിൽ നിയമനം നൽകിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 8 വർഷക്കാലത്തിനിടയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനം നടത്തിയത് ഏകദേശം 80,000-ഓളം. ഇത്രമാത്രം താൽക്കാലിക നിയമനം നടത്തുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ഇതിൻ്റെ ഇരട്ടിയോളം പിൻവാതിൽ നിയമനം നടത്താനായി മുഖ്യമന്ത്രിയും സർക്കാരും ഏറെ താൽപ്പര്യം തങ്ങളുടെ ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകാനായി ഭരണക്കാരുടെ സ്വയം പ്രഖ്യാപിത അവകാശമാണെന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയി. ഈ ധാർഷ്ട്യത്തിനും തെമ്മാടിത്തരത്തിനുമുള്ള മൂക്കുകയറാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മക്കളെ വരെ സർക്കാർ ജോലികളിൽ തിരികെ കയറ്റാനും അതിലേക്ക് നിയമിക്കുന്ന കാര്യങ്ങളിൽ പോലും കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് ഹൈക്കോടതി രൂക്ഷമായി നേരത്തെ വിമർശിച്ചത്. ഈ കേസിലാണ് തിരിച്ചടിയിലൂടെ പാഠം പഠിക്കാതെ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോയത്. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 70%-ലധികവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാനാണ് ഉപയോഗിക്കുന്നത്. കടക്കണിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നുള്ളത് എടുത്തു പറയേണ്ടതല്ല. പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം യുവജന സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചത് അടുത്തിടെയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ജീവനക്കാർക്ക് വേണ്ടി ചിലവഴിക്കുന്ന സാമ്പത്തിക ഭാരത്തിൽ നിന്നും കരകയറാൻ എന്ത് മാർഗമെന്ന് അന്വേഷിക്കേണ്ട സാഹചര്യത്തിന് പകരം ഇപ്പോൾ വഴിവിട്ട പല നീക്കങ്ങളും നടത്തി തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം നിയമിച്ചുകൊണ്ട് എനിക്ക് ശേഷം പ്രളയമെന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഏകാധിപതിയായി മാറുകയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും. MLAയുടെ മകന് ജോലി കൊടുത്തതിൽ പരാതിക്കാരന് ദോഷമൊന്നും തന്നെ സംഭവിക്കില്ല എന്നാണ് പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. പക്ഷേ ഹൈക്കോടതി രൂക്ഷമായി തന്നെ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഈ നിയമനം അംഗീകരിക്കുന്നത് സർക്കാരിനെ കയറൂരി വിടുന്നതിന് തുല്യമാണെന്ന് അന്ന് എടുത്തു പറഞ്ഞിരുന്നു. പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിലേക്കും അതിലൂടെ സാമൂഹിക വിവേചനങ്ങൾ വഴിതുറക്കാനും ഇത് കാരണമായി മാറുമെന്ന് പറഞ്ഞു. ഇതിലൂടെ സമത്വവും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണവും ലംഘിക്കപ്പെടുന്നു.
സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ഭരണഘടനാ അവകാശത്തിന്റെ ലംഘനമാണ്, നിഷേധമാണ് ഈ നടന്നിരിക്കുന്നതെന്നാണ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അന്ന് പറഞ്ഞത്. അതിനുശേഷം പാലക്കാട് സ്വദേശി അശോക് കുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചു. ശമ്പളവും ആനുകൂല്യവും റദ്ദാക്കരുത് എന്ന പ്രശാന്തന്റെ അപേക്ഷ സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. MLAയുടെ മകൻ വാങ്ങിയ ശമ്പളം തിരിച്ചു പിടിക്കില്ല എന്ന് ഉത്തരവിൽ പറയുന്നു. തിരിച്ചു പിടിക്കരുതെന്ന് എടുത്തു പറയുന്നുണ്ട്. സ്വാഭാവികമായും തന്നെ ആശ്രിത നിയമനം കാത്തുനിൽക്കുന്ന 5%-ലധികമുള്ളവരുടെ നിയമന രീതിയിൽ വരുത്തുന്ന മാറ്റം പോലും ഒട്ടേറെ പേരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് വഴിവിട്ട നിയമനങ്ങൾ കൂടി നടത്തുന്നത്. മിക്ക വകുപ്പുകളിലും ആകെ നിയമനങ്ങളുടെ 5%-ലധികം പേർക്ക് നിലവിൽ തന്നെ ആശ്രിത നിയമനത്തിലൂടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശ കണക്ക് മാത്രമാണ്. വകുപ്പുകളിൽ നിയമനം സംബന്ധിച്ച കൃത്യമായ കണക്ക് പോലും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പരിധി പോലും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കണക്കെടുപ്പ് പൂർത്തീകരിച്ചാൽ ആശ്രിത നിയമനങ്ങൾക്ക് മേൽ കർശന നിയന്ത്രണം തന്നെ ഏർപ്പെടുത്താൻ തീരുമാനിച്ചേക്കും. നീതിപൂർവവും നിഷ്പക്ഷവുമായി നിയമനം നടത്തുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ സാഹചര്യം മാത്രമല്ല, ഭരണഘടന, സർക്കാരുണ്ടാക്കിയ ചട്ടങ്ങളുമൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ സ്വകാര്യ താല്പര്യമല്ല ഒരിക്കലും സംരക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടല്ല സർക്കാർ അധികാരം വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് ഇതിലൂടെ തന്നെ കോടതി മനസ്സിലാക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇഷ്ടാനുസരണം അസാധാരണമായി അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു ധാർഷ്ട്യത്തിന് മൂക്ക് കയറിടുകയാണ് ചെയ്തിരിക്കുന്നത്. എഴുത്തു പരീക്ഷ, തയ്യാറെടുപ്പ്, അഭിമുഖം തുടങ്ങിയ നടപടികളിലൂടെ കടന്നുപോയി തന്നെ ആയിരിക്കണം ഒരാൾ തൊഴിൽ വാങ്ങേണ്ടത്. പക്ഷേ ഒരു MLAയുടെ മകൻ എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ആശ്രിത നിയമനം നടത്തണമെന്ന് പറയുന്നത് ഇതിനെല്ലാം മറികടക്കുന്നതാണ്, അസംബന്ധമാണെന്നും കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് വ്യവസ്ഥയില്ലെന്നും ഇതോടൊപ്പം തന്നെ കോടതി എടുത്തു പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.